കുരിശുമലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അതെ ജയൻ. അതെ 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 ശരി, കുരിശുമലയിൽ നിന്ന് വിളിക്കുന്ന ജയന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ചേട്ടാ, അത് നമുക്ക് ലൈവ് കൊടുക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ലൈവിലാണ് പോകുന്നത് ശ്രീ ജയൻ. ആദ്യമായിട്ടാണോ താങ്കൾ പൊതുവേദിയിൽ വിളിക്കുന്നത്? ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു താങ്ക് യു. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഷാഹു പറമ്പിൽ അദ്ദേഹത്തിന്റെ തലയിലടിച്ചെന്നല്ലേ പറഞ്ഞത്? ഹലോ, കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞു, തുടർച്ചയായി പറഞ്ഞു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് തലയിലടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് എങ്ങനെയാണ് സാർ ചോര വന്നത്? ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി താങ്കൾ ഒരു ഉപകാരം ചെയ്താൽ മതി. ഒരു വലിയ ചുറ്റിയലോ ഏതെങ്കിലും വലിയ തടിയോ വല്ലോ എടുത്തിട്ട് താങ്കളുടെ തലയിൽ തന്നെ ഒരു ആഞ്ഞൊരു അടി അടിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും തലക്കടിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരുമോ ഇല്ലയോ എന്ന്. അങ്ങനെ, ഓക്കെ ഓക്കെ. അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇനിയുണ്ട്, സംസാരിക്കാനുണ്ട്. ശരി, സംസാരിച്ചോളൂ. ഇത്തരം സംശയങ്ങളാണെങ്കിൽ ഇനിയും ചോദിക്കാം. ഓക്കെ ചേട്ടാ. അപ്പൊ അത് ഇപ്പൊ അവിടെ ആ വിഷയം വന്നു, പ്രശ്നമായി. ഓക്കെ, അപ്പം ഈ ഷാഹു പറമ്പിൽ ഇത്ര ദൂരത്ത് നിന്ന് അവിടെ അങ്ങ് വരേണ്ട കാര്യം എന്താണ് വിഷയം? ഇപ്പൊ അടുത്ത് വേറെ ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടം ഉണ്ടല്ലോ, അറിയാലോ ചേട്ടനെ? ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. ഓക്കെ ചേട്ടാ. അപ്പം ഈ ഷാഹു പറമ്പിൽ ഒരു വിഷയം വന്നു, അത് കാര്യങ്ങളെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സത്യസന്ധമായ കാര്യമാണ്. ആ വീഡിയോ ക്ലിപ്പും ആ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു കാര്യം വെച്ച്, അപ്പം അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഈ ശബരിമലയുടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, അത് ആര് ചെയ്താലും തെറ്റാണ്. ശബരിമല മറയ്ക്കാനാണോ അതോ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറയ്ക്കാനോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം, അത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഇറങ്ങി അറിയാമല്ലോ ചേട്ടൻ? ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടു രാഹുൽ മാങ്കൂട്ടം. അതെ, ചേട്ടനറിയാലോ അത്. അപ്പൊ അത് മൊത്തത്തില് പാർട്ടിയിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അല്ല, താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയാം. ഓക്കെ ചേട്ടാ. അപ്പം ഈ വിഷയമായിട്ട് വന്നത് നമ്മുടെ ഷാഹു പറമ്പിലായിട്ടുള്ള പ്രശ്നം അതാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ചാനൽ വരുന്നത്. താങ്കളെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നല്ലാതെ അഭിപ്രായങ്ങൾ പറയുന്നില്ല. ശരി ജയൻ, താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. ഇത്തരം വിചിത്രമായ സംശയങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. ശ്രീ ശ്രീനിവാസൻ ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇതിൽ ഷാഫിയുടെ ഷോയാണോ അതോ പോലീസിന്റെ ആസൂത്രിതമായ നീക്കമാണോ? ഇത് സത്യം പറഞ്ഞ സ്വർണ്ണപ്പാളി കട്ടുമുടിച്ച അത് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളികളാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ശബരിമല മുഴുവൻ മുറിച്ചില്ലേ? ഒരു വീട്ടില് ഒരു ഗ്രഹനാഥൻ എന്താ വേണ്ടത്? ആ വീട്ടില് എന്തെങ്കിലും മാലമോഷണം പോയ ആ ഗ്രഹനാഥൻ അതിനെ പറ്റി നടപടി എടുക്കണ്ടേ? ദേവസ്വം ബോർഡ് മന്ത്രിയൊക്കെ എന്തിനാ ഇരിക്കുന്നു? ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രസിഡന്റൊക്കെ എന്തിനാ ഇരിക്കുന്നു? ഇവരൊക്കെ രാജിവെച്ച് പോകണ്ടേ? കോൺഗ്രസിന്റെ വല്ല മന്ത്രിമാരാക്കാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? കത്തിൽ നിന്നിട്ട് ഇവിടെ മന്ത്രിമാരെ വഴി തടഞ്ഞ് വെച്ച് കൊല്ലില്ല ഇവരൊക്കെ. മനസ്സിലായ KP വിശ്വനാഥനൊക്കെ രാജിവെച്ചത് എന്തുകൊണ്ട്? നിസ്സാര കാര്യങ്ങൾക്കുണ്ട്. MP നാരൻ നിസ്സാര കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട 3 മുഖ്യമന്ത്രി ഏറ്റാൻഡനി ഇതൊക്കെ മാതൃകയല്ലേ? ഇവര് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. രാജിവെച്ചത് എന്തിന്റെ പേരിലാണെന്ന് താങ്കൾക്ക് അറിയാം എന്ന് തോന്നുന്നു. അതുകൊണ്ടറിയാം. അപ്പൊ അതിനേറ്റവും വലിയ കേസല്ലേ സാർ ഇത്? കള്ളൊക്കെ ഏത് കേസാണ്? ആ പൈപ്പ് കേസൊക്കെ താങ്കൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തൽക്കാലം നമുക്ക് അതിലേക്ക് പോകാൻ നിർവാഹം. ഇതിനെയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. താങ്കളുടെ അവകാശം. ഷാപ്പിനെ ഒതുക്കാൻ നോക്കുന്നത്. ഷാപ്പിനെ ഒതുക്കാൻ പറ്റില്ല ഇവർക്ക്. ഷാപ്പി ഇവർക്കൊരു വലിയൊരു കരടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഷാപ്പിനെ കരഞ്ഞു പിടിച്ചത്. ഇവര് പറഞ്ഞു ഒന്നും ഷാപ്പിനെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ദൃശ്യം ഞാൻ കണ്ടതല്ല. ഇന്ന് ന്യൂസ് 8 ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ലൈവായിട്ട് കൊടുക്കണ്ടായിരുന്നു ഷാപ്പിനെ അടിക്കുന്നത്. എന്നിട്ട് ഇവരെ അടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായം? ഇത് ഇവിടുത്തെ ആൾക്കാർ ജനക്കെ കണ്ടുപിടിക്കുന്നത് ഇവിടെ ലൈവായിട്ട്. നിങ്ങളെ ന്യൂസ് 8 വളരെ വ്യക്തമായിട്ട് ന്യൂസ് 8, എനിക്കതിന് നിങ്ങളോട് നന്ദിയുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് ന്യൂസ് 8 കാണിച്ചു കൊടുത്തത്. മറ്റുള്ള ചാനലിനായിട്ട് കൂടുതൽ എടുത്തു കാണിച്ചായിരുന്നു ഇന്ന് രാവിലെ ന്യൂസ് 8 വളരെയധികം വ്യക്തമാക്കി. എന്നിട്ടും ഇവർക്ക് ഈ നുണപ്പറച്ചിലും ഈ കരിയിഞ്ചപ്പോൾ ഒക്കെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ഷാത്തോടുള്ള മതിപ്പുള്ള ഷാപ്പിനോ ഇങ്ങനെ ചവിട്ടി ഒതിച്ച് മതിക്കാനായിട്ട് ഒരു രക്ഷയില്ല. അടുത്തൊരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഭാവിയുണ്ട് അയാൾക്ക്. ശ്രീനിവാസനാണ് സംസാരിച്ചത്. ശ്രീ
സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. സാറ് കാലത്ത് ഈ ഇതിന്റെ ഭാഗമായിട്ട് കാലത്ത് ഒരു IG ഓഫീസ് മാർച്ച് ഉണ്ടായിരുന്നു അല്ലേ? സാറ് കണ്ടിരുന്നുണ്ടാവും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി? അവിടെ നേതാക്കന്മാർ എങ്ങനെ ചെയ്തായിരുന്നു? ഞാൻ നോക്കിയിട്ട് ഒരു നേതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ, നേതാക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ IG ഓഫീസിന്റെ മുന്നിൽ അവർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ദേശീയപാത ഉപരോധത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് വിചാരിക്കുന്നത്. എത്ര മണിക്കൂർ അവിടെ ദേശീയപാത ഉപരോധിച്ചിട്ടുണ്ട്? വൈകുന്നേരങ്ങളിൽ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത് ഉപയോഗിക്കാറ്? എത്ര സമയം അവിടെ ഉപരോധിച്ചു? ആ ഉപരോധിച്ചിട്ട് അവിടെ ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് ആ പ്രതിഷേധം നീട്ടി കൊണ്ടുപോവാ. അവിടെ പോലീസിനെയും ഈ പറയുന്ന ഇത്രയും കോൺഗ്രസ്സുകാരെയും രണ്ട് പക്ഷത്തെയും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഷാഫി പറമ്പിൽ വരുന്നവരെ അതിന് മുന്നോട്ട് കൊണ്ടുപോയി. സാറ് നേരത്തെ ചോദിച്ചു, അത് ചെയ്ത് പോലീസ് ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു. അവിടെ പോലീസുകാർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടോ? DYSPക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടോ? രണ്ടും ശരിയല്ല. ഞാൻ പറഞ്ഞ രണ്ടും ശരിയല്ല. കാരണം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കാലത്ത് IG ഓഫീസ് നടത്തിയത് വളരെ മാന്യമായ രീതിയിൽ എങ്ങനെ പ്രതിഷേധം നടത്താം, ജനാധിപത്യപരമായിട്ട് എങ്ങനെ പ്രതിഷേധം നടത്തുന്നത് കാണിച്ചു. അത് അന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നലെ ഉണ്ടായത് അങ്ങനെയല്ല. ഈ ജനക്കൂട്ടത്തെ അവിടെ പിരിച്ചുവിടുന്നതിന് ടിയർ ഗ്യാസ് വൈകുന്നേരം ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നോക്കി കാണുന്ന ജനങ്ങൾ അത് വിലയിരുത്തട്ടെന്നാണ്. ഈ ഷാഫി പറമ്പലിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത്, ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് ഇത്ര നേരം ദേശീയപാത ഉപരോധിച്ചതും അതുകൊണ്ടാണ് ഉണ്ടായ ഒരു സംഘർഷം. അതുകൊണ്ടാണ് ഈ അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല ശരിക്കും. പക്ഷെ ഈ പോലീസിന്റെ നടന്നിട്ടില്ല എന്ന് പറയാൻ അല്ല, ലാത്തിചാർജ് നടന്നു. കൃത്യമായും തന്നെ ലാത്തിചാർജ് അല്ല നടന്നത്. സാറ് കാണിക്കുന്ന വിഷ്വലിൽ ലാത്തിചാർജ് അല്ല അവിടെ. പിന്നെ ഒരാളുടെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുന്നതിനെ ചാർജ് അല്ല എന്ന് പറഞ്ഞാൽ ലാത്തി അടി നടന്നു എന്ന് വേണമെങ്കിൽ പറയാവില്ലേ? സാറ് പറഞ്ഞത് ഇപ്പൊ ശരിയാണ്. സാറ് ഇതേമാതിരി തന്നെ കുന്നംകുളം പോലീസ് അങ്ങനെയാണെങ്കിൽ ലാത്തി ചാർജ് എന്ന് പറയുന്നത് ലാത്തി ചാർജിന് ഒരാളുടെയും തലക്കടിക്കാൻ ഒരു ലാത്തി ചാർജിൽ ഒരു നിയമം അനുശാസിക്കുന്നില്ല. തലക്കടിക്കരുത് എന്ന് തന്നെയാണ് കൃത്യമായിട്ടുള്ളത്. തലക്കടിക്കരുത് എന്ന് തന്നെയാണുള്ളത്. തലക്കടിക്കുന്ന പോലീസുകാരെ സേനയിൽ വെച്ചുകൊണ്ട് പോകുന്നത് ഏത് കാലത്തെക്കാളും കേരളത്തിന് ആപത്താണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ സാറിനൊരു 2 സെക്കൻഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം. പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു. അന്ന് ഞാൻ ഇതേമാതിരി തന്നെ അന്ന് പോലീസിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പോലീസ് ഇത്രയും വികാരപരമായിട്ട് വൈകാരികമായിട്ട് അങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ പേപ്പർ കട്ടിങ്ങുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന് ഇപ്പൊ സ്വർണ്ണമോതിരം എന്നിട്ട് സ്വർണ്ണമാലയോട് കൊടുത്തു. ഇദ്ദേഹം SIനെ കുത്തി പരിക്കേൽപ്പിച്ച അന്നത്തെ ആ വ്യക്തിയാണ്. പക്ഷെ അന്ന് പോലീസ് മണ്ടത്തരം ചെയ്ത് അന്ന് കേസെടുക്കാതെ ഈ SIക്ക് 3 ഇപ്പോൾ ഈ വിഷയം സംസാരിക്കൂ താങ്കൾ. ഈ വിഷയം അതെ അല്ല, പോലീസുകാർ പിന്നെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ വൈകാര്യമായി പ്രതികരിക്കാനല്ല പോലീസിൽ അവിടെ കാക്കി കൊടുത്ത് പോലീസുകാരെ നിർത്തിയിരിക്കുന്നത്. വൈകാര്യമായി പ്രതികരിക്കാനെങ്കിൽ നാട്ടിൽ ഗുണ്ടകളെ ഇറക്കിയാൽ മതി. വൈകാര്യമായി പ്രതികരിക്കാതെ നിയമാനുസൃതം പ്രതികരിക്കാൻ വേണ്ടിയാണ് കാക്കിയിട്ട് പോലീസുകാർ. യൂണിഫോംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഫോഴ്സാണ്, അല്ലാതെ വൈകാര്യമായി പ്രതികരിക്കാൻ പാർട്ടിക്കാർക്ക് നാട്ടുകാർക്ക്. പക്ഷെ പോലീസുകാർ അങ്ങനെ വൈകാര്യമായി പ്രതികരിക്കരുത്. ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ജില്ലാ കമ്മീഷണർ എന്താ പറഞ്ഞ പോലീസിന്റെ ഡ്യൂട്ടി ചെയ്തു. അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു. ശ്രീ സുരേന്ദ്രനാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ താങ്കളുടെ പാർട്ടിയിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിരമായി ഷാഫി പറമ്പിൽ മാത്രം ഇങ്ങനെ വിവാദങ്ങളിലും അടികളിലും ഒക്കെ ചെന്ന് പെടുന്നത്? ഇത് വളരെ ആസൂത്രിത